ജീവിതത്തിൽ എണ്ണിയാൽ കിട്ടാത്ത അത്ര തവണ നമ്മൾ ചൊല്ലിയ ചില ദിക്റുകൾ, ചില വാക്കുകൾ ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തിൽ ലക്ഷക്കണക്കിനു തവണ ചൊല്ലി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വാക്ക്. അതിൻ്റെ മഹാ അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്നത് ജീവിതത്തിൽ എത്ര തവണ നമ്മൾ ചൊല്ലിയിട്ടുണ്ടാകും? എന്നാൽ സുബ്ഹാനല്ലാഹയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ധാരണ എന്താണ്? അതിൻ്റെ അർത്ഥം, ആ വാചകം ചൊല്ലുമ്പോൾ അത് നമുക്കുണ്ടാക്കിത്തരുന്ന നേട്ടങ്ങൾ, ആ വാചകത്തിൻ്റെ പരിസരത്ത് ഇസ്ലാം നിർവചിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ച് നമുക്ക് എത്രത്തോളം ധാരണയുണ്ട്, നമുക്ക് എത്രത്തോളം ബോധ്യമുണ്ട്? ഇത് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള, അടിമ ഉച്ചരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് എന്ന നിലക്ക് പരിചയപ്പെടുത്തിയ ഒന്നാണ് സുബ്ഹാനല്ലാഹ്. ഇന്ന മിൻ അഹബ്ബിൽ കലാമി ഇലല്ലാഹി അൻ യഖൂലൽ അബ്ദു സുബ്ഹാനല്ലാഹി വബിഹംദി. സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് ഒരടിമ പറയലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓരോ നിസ്കാരത്തിൻ്റെയും ശേഷം നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നുണ്ട്. അങ്ങനെ ചൊല്ലുമ്പോൾ ഈ ഒരു മാനസികാവസ്ഥ ഉണ്ടോ? എൻ്റെ റബ്ബ് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമ പറയണമെന്ന് വിചാരിക്കുന്ന ഒന്നാണ് ഞാൻ ഉച്ചരിക്കുന്നത് എന്ന ഓർമ്മയോടും ബോധ്യത്തോടും കൂടെയാണോ നമ്മൾ ആ വാചകം ഉച്ചരിക്കാറുള്ളത്? മാത്രല്ല, ഇതിൻ്റെ കൂടെ ചെല്ലുന്ന ചില വാക്കുകളെ കൂടി ഇസ്ലാം അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമുകൾ 4 എണ്ണമാണ്. 1 സുബ്ഹാനല്ലാഹയാണ്, 2 അൽഹംദുലില്ലാഹയാണ്, 3 ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, 4 അല്ലാഹു അക്ബറാണ്. യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ ജീവിതത്തിൽ നിരന്തരം ചൊല്ലാറുണ്ടെങ്കിലും എന്താണ് സുബ്ഹാനല്ലാഹ് കൊണ്ട് അർത്ഥമാക്കുന്നത്? സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ചില ആളുകൾക്കെങ്കിലും മലയാളത്തിൽ ഒറ്റവാചകത്തിൽ നമ്മൾ അതിന് അർത്ഥം പറയും. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നാണ് അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലലുണ്ടെങ്കിലും അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അറിയുന്നവരും അറിയാത്തവരും ഉണ്ട് സമൂഹത്തിൽ. ഇനി അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന വാക്ക് ഏത് വിശാലതയെ സൂചിപ്പിക്കുന്നു എന്നത് അല്ലാമ അശ്ശൻഖീത്തി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ബിഅന്നഹു തൻസീഹുല്ലാഹി അൻ കുല്ലി മാ യലീഖു ബികലാമിഹി വജലാലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യോജിച്ച കാര്യങ്ങളിൽ മാത്രം അള്ളാഹുവിനെ നിലനിർത്തലാണ്. അള്ളാഹുവിന് യോജിക്കാത്തതിനെ പൂർണ്ണമായും അവനിൽ നിന്ന് ഒഴിവാക്കലാണ്. അള്ളാഹു ദൈവം എന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്കിടയിൽ കുറെ വിശ്വാസങ്ങളും ധാരണകളും ഒക്കെ ഉണ്ട്, അല്ലേ? ദൈവ വിശ്വാസം മിത്താണോ, അത് എന്താ പറയുക, ശാസ്ത്രമാണോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനുഷ്യൻ്റെതായ സവിശേഷതകളിൽ നിന്നെല്ലാം, പ്രത്യേകതകളിൽ നിന്നെല്ലാം റബ്ബ് 100% സുരക്ഷിതനാണെന്നും, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, ലം യലിദ്, അവൻ ജനിച്ചുണ്ടായവനല്ല, വലം യൂലദ്, അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ഒന്നുമില്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന റബ്ബിനെ, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവത്തെ ഏറ്റവും ചുരുക്കി പറയാവുന്ന, ഏറ്റവും മനോഹരമായി പറയാവുന്ന നീണ്ട മണിക്കൂറുകളിലെ സംസാരങ്ങളെ കേവലം 4 വാക്കുകളിലേക്ക് ചുരുക്കി ഇസ്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അവന് ഉറക്കമോ മയക്കമോ ബാധിക്കുന്നില്ല. അവന് മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്കും കാഴ്ചകൾക്കും അവന്റെ അറിവുകൾക്കും എല്ലാം അപ്പുറത്താണ്. വലാ യുഹീതൂന ബി ശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുഹു സ്സമാവാതി വൽ അർദ്. അവൻ എല്ലാ വിജ്ഞാനങ്ങളുടെയും പുറത്താണ്, അവന്റെ അടുത്ത് എല്ലാ വിജ്ഞാനങ്ങളും ഉണ്ട്. ഇങ്ങനെ വിശാലമായി ഇസ്ലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ ആ പരിചയപ്പെടുത്തലുകളെ ഒറ്റ വാക്കിലേക്ക് ചുരുക്കാണ് യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് എന്നത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അസ്സുബ്ബൂഹ് എന്നൊരു പേരുണ്ട്. അസ്സുബ്ബൂഹ് എന്നൊരു പേരുണ്ട്. അതിൽ നിന്നാണ് സുബ്ഹാനല്ലാഹ് എന്നത് ഉണ്ടായി വന്നിട്ടുള്ളത്. നമസ്കാരത്തിൽ റുക്കൂഇൽ നമ്മൾ ഇത് ചൊല്ലുന്നുണ്ട്, പലയിടത്തും ചൊല്ലുന്നുണ്ട്. പക്ഷെ ചൊല്ലുന്നിടത്തൊന്നും ആ വാക്കിനോട് കാണിക്കേണ്ട ഒരു ശ്രദ്ധ, ഒരു അറ്റൻഷൻ,
ആ വാക്കിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നേട്ടങ്ങൾ 10 പോയിന്റുകൾ ഞാൻ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് ജീവിതത്തിൽ നിത്യമാക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 10 നേട്ടങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ആ നേട്ടങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ ഇത്ര വിശാലതകളോ ഒന്നും മുന്നിലെ മുഴുവൻ ദൈവസങ്കല്പങ്ങളെയും മിത്താണോ ശാസ്ത്രമാണോ എന്ന സംഘർഷങ്ങളിൽ നിൽക്കുന്ന വിഷയങ്ങളെ എല്ലാം അഡ്രസ് ചെയ്യുന്ന ഒറ്റ വാക്കാണ് സുബ്ഹാനല്ലാഹ്. അള്ളാഹുവേ, നീ മനുഷ്യൻ എണ്ണിപ്പറയുന്ന എല്ലാ ന്യൂനതകൾക്കും അപ്പുറത്താണ് എന്ന ആ ഒരു പ്രഖ്യാപനം, അത് മനുഷ്യന്റെ ചുണ്ടിൽ നിന്നല്ല, അവന്റെ ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ നിന്നല്ല, അവന്റെ ഉള്ളിലെ ഉറച്ച വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസത്തിന്റെയും അപ്പുറത്ത് നിൽക്കുന്ന അവന്റെ അന്തരാളങ്ങളിലെ ബോധ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് വരേണ്ടത്. അപ്പൊ ആ നിലക്ക് പറയപ്പെടുന്ന സുബ്ഹാനല്ലാഹ് നമ്മള് റുക്കൂയിൽ ചെല്ലുന്നുണ്ട്, റബ്ബിയൽ അദീം നമ്മൾ റുക്കൂയിൽ ചെല്ലുന്നുണ്ട്, സുജൂദിൽ ചെല്ലുന്നുണ്ട് സുബ്ഹാന റബ്ബിയൽ അഅല, അല്ലെ, നമ്മള് സുജൂദിൽ ചെല്ലുന്നുണ്ട്. ഇനി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക റബ്ബന അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് റുക്കൂയിലും സുജൂദിലും ചൊല്ലുന്നുണ്ട്, ചൊല്ലാൻ നിർദ്ദേശമുണ്ട്. മാത്രല്ല വിശുദ്ധ ഖുർആൻ ഒരാവർത്തി പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 80-ലധികം സ്ഥലങ്ങളിൽ ഖുർആനെ ഈ സുബ്ഹാനല്ലാഹ് പ്രയോഗിച്ചു പോകുന്നുണ്ട്. 80-ലധികം സ്ഥലങ്ങളിൽ. മാത്രല്ല 7 സൂറത്തുകൾ ആരംഭിക്കുന്നത് തന്നെ ഈ തസ്ബീഹ് കൊണ്ടാണ്. മാത്രവുമല്ല സകല ജീവജാലങ്ങളും, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച സകല ജീവജാലങ്ങളും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല സുബ്ഹാനല്ലാഹ് ചൊല്ലേണ്ടത്. അപ്പൊ നമ്മൾ സുബ്ഹാനല്ലാഹ് നിർത്തിയതുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്സത്തിന് ഒരു കുറവും വരാല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിജാലങ്ങളൊക്കെ വസഖർനാ മഅ ദാവൂദൽ ജിബാൽ, ദാവൂദ് അലൈഹിസ്സലാമക്ക് നമ്മൾ മലകളെ കീഴ്പ്പെടുത്തി കൊടുത്തു. നമുക്ക് മല പൊട്ടിക്കണമെങ്കിൽ വലിയ മെഷീൻസ് ഒക്കെ വേണം, അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാവുന്ന വിധം അതിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ആ മലകളുടെ പ്രത്യേകത എന്താണ്? യുസബ്ബിഹ്ന, ആ മലകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട്. വത്വയ്ർ, പക്ഷികളും പ്രകീർത്തിക്കുന്നുണ്ട്. വകുന്നാ ഫാഇലീൻ, അതുകൊണ്ട് അവർക്കിടയിൽ നിർവഹിക്കേണ്ട കാര്യങ്ങൾ നാമും നിർവഹിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ഇനി മറ്റൊരിക്കൽ ഖുർആൻ ചോദിക്കുകയാണ് സൂറത്തു നൂറിന്റെ 41-ൽ, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള്. ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ കാണാം. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും മുഴുവൻ പ്രകീർത്തിക്കുന്നുണ്ട്. വത്വയ്റു, പക്ഷികൾ. ഈ മന്ന് സാധാരണ പ്രയോഗിക്കാറുള്ളത് ബുദ്ധിയുള്ളതിനെ കുറിക്കാനാണ്. അപ്പോ അല്ലെങ്കിൽ ജീവനുള്ളതിനെ കുറിക്കാനാണ്. ബുദ്ധിയുള്ളതിനെ എന്നല്ല, ജീവനുള്ളതിനെ കുറിക്കാനാണ്. അപ്പൊ സ്വാഭാവികമായും ജീവജാലങ്ങൾ മുഴുവൻ എന്ന പ്രയോഗം ഈ ഒരു വചനം ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ വത്വയ്റു, പക്ഷികൾ, അവരും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട്. കുല്ലുൻ ഖദ് അലിമ സലാത്തഹു വ തസ്ബീഹഹു, അള്ളാഹുവിനെ എങ്ങനെ സ്വലാത്ത് ചെയ്യണം, അള്ളാഹുവിനെ എങ്ങനെ ആരാധന നിർവഹിക്കണം, അള്ളാഹുവിനെ എങ്ങനെ പ്രകീർത്തിക്കണമെന്ന് അത് അവർക്കറിയാം. ജനിച്ചു വീഴുന്ന ഓരോ പ്രാണിക്കും, പുഴുവിനും, പക്ഷിക്കും, കുരുവിക്കും, കോഴിക്കും, മയിലിനും ഒക്കെ അറിയാം എങ്ങനെയാണ് അള്ളാഹുവിനെ പ്രകീർത്തിക്കേണ്ടത് എന്ന്. മാത്രല്ല തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർള്, ആകാശഭൂമികളും വമൻ ഫീഹിന്ന, അവയിലുള്ളതും എല്ലാം തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? വഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അല്ലാഹ് സൃഷ്ടിച്ചൊന്നും അവന് തസ്ബീഹ് ചൊല്ലാത്തതായിട്ടില്ല. അപ്പൊ നമുക്ക് സംശയം, പക്ഷി എങ്ങനെയായിരിക്കും ചെല്ലണത്? പർവ്വതം എങ്ങനെയായിരിക്കും ചെല്ലണത്? അതൊരു ആലങ്കാരിക പ്രയോഗമാകാൻ സാധ്യതല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് സംശയം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മളെ സൃഷ്ടിച്ച പടച്ചോൻ അറിയണോണ്ട് പടച്ചോൻ അതിനുള്ള മറുപടി വളരെ കൃത്യമായിട്ട് പണ്ടേ പറഞ്ഞു. വലാകില്ലാ തഫ്തഹൂന തസ്ബീഹഹും, അവരെങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നു എന്നത് നിങ്ങൾക്കറിയുന്നില്ല എന്ന് മാത്രം. അവർ കൃത്യമായി തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ചില പക്ഷികൾ പടച്ചോനെ പ്രകീർത്തിച്ച് രാത്രിയിൽ ഇങ്ങനെ നീണ്ട ശബ്ദം ഉണ്ടാക്കുമ്പോ അത് വീട്ടിലേക്ക് മരണം കൊണ്ടുവരുന്ന ജീവിയാണെന്ന് വിചാരിക്കുന്ന സാധുക്കളുണ്ട്. നമ്മളെ നാട്ടുമ്പുറത്ത് കുറ്റിച്ചൂളാന്നോ മറ്റൊക്കെ പറയാറുണ്ട് ഈ ജീവിക്ക്. അത് നീട്ടി മൂളലൊടങ്ങി കഴിഞ്ഞാൽ കഫൻ പുടവ അലക്കിയെടുത്തേക്കണ വല്യമ്മമാര് മുതൽക്ക് ബേജാറായി റൂമിന്റെ ഉള്ളിൽ വാതിലടച്ച് കുറ്റിയിട്ട് പേടിച്ച് പുതച്ചിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഈ കുറ്റിയൊന്നും തുറന്ന് അങ്ങനെ മലക്കൽ മൗത്തിന് വരാൻ കഴിയൂല എന്നാണ് യഥാർത്ഥത്തിൽ ഈ സാധുക്കൾ വിശ്വസിക്കുന്നത്, അല്ലെ? വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ കോട്ടകൊത്തളങ്ങളുടെ ലോക്കിട്ട കോട്ടകൊത്തളങ്ങളിലാണെങ്കിലും മരണം നിങ്ങളെ തേടി വരുമെന്ന് എത്ര മനോഹരായിട്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. കൺമുന്നിൽ കാണുന്ന പല മരണങ്ങളും നമുക്കത് ഇങ്ങനെ ബോധ്യപ്പെടുത്തി തരും, അല്ലേ? ഒരു ബൈക്ക് ഇങ്ങനെ പോകുന്നു, ഒരു കൊമ്പ് പൊട്ടുന്നു, ചാടുന്നു, ഖലാസ്, തീർന്നു, അയാൾ അവസാനിച്ചു.
പിന്നെ അയാളെ മരണത്തിന്റെ കാരണക്കാരാരാണ്? അത് പഞ്ചായത്താണോ, അത് പോലീസാണോ, അത് ഗവൺമെന്റ് ആണോ? അങ്ങനെയാണ് നമ്മൾ ഗവേഷണം നടത്തുക, അല്ലേ? നമ്മളെ പഠനം അങ്ങനെയാണ് പോവുക, നമ്മളെ അന്വേഷണം അങ്ങനെയാണ് പോവുക. എന്നിട്ട് പിന്നെ അത് എവിടെ എത്തൂല, അവസാനം അതവിടെ നിൽക്കും. പിന്നെ അടുത്ത കൊമ്പ് പൊട്ടുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുള്ളൂ. അത് മനുഷ്യന്റെ സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷേ പൊട്ടി വീണ ആ കൊമ്പിൽ നിന്ന് വിശ്വാസി പഠിക്കേണ്ട കുറച്ച് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ വിശ്വാസി പഠിച്ചാൽ മതി. ഇനി മാത്രല്ല, ഉറുമ്പുകളെ പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാൻ പറ്റും. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്കൊരു ദിവസം ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞു തന്നു. ആ പ്രവാചകനെ ഖറസത്ത് നംലത്തുൻ നബിയ്യ മിനൽ അംബിയ, ഒരു ഉറുമ്പ് വന്നിട്ടൊരു പ്രവാചകനെ കടിച്ചു. മാനുഷികമായ ഒരു ഭാവം ആ പ്രവാചകനിൽ വന്നു. പ്രവാചകന്മാർ മനുഷ്യരാണ്, വെറും സാധാരണ മനുഷ്യരാണ് എന്ന് പറയുന്നുണ്ടെന്നൊക്കെ പറയും. പ്രവാചകന്മാർ മനുഷ്യരാണ്. ഏതർത്ഥത്തിൽ? അവർക്ക് സങ്കടം ഉണ്ടാകും, അവർക്ക് ദുഃഖം ഉണ്ടാകും, അവരെ ശരീരത്തിൽ നിന്ന് ബ്ലഡാണ് വരിക, അവർ ഉറങ്ങിപ്പോകും, അവർക്ക് മയക്കമുണ്ടാകും, അവർക്ക് തൂക്കി ഉറക്കമുണ്ടാകും, അവർക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകും, സങ്കടങ്ങൾ ഉണ്ടാകും. അതിലൊക്കെ മനുഷ്യനാണ്. അതിലൊക്കെ മനുഷ്യനായ ഒരാൾക്ക് മാത്രമേ മനുഷ്യനോട് ദഅവ നടത്താനുള്ള പിന്നെ യോഗ്യതയുള്ളൂ. എന്താ കാര്യം? ഇതിനൊക്കെ സംരക്ഷിക്കപ്പെട്ട ഒരാള് ആരാധന ചെയ്ത് ഇങ്ങനെ ജീവിക്കുക, എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇത് ചെയ്യണമെന്നും പറയാം. അത് നടക്കൂലല്ലോ, അത് നടക്കൂല. അപ്പോ പ്രവാചകന്മാർക്ക് അവര് അമ്പിയാക്കളാണ്, വഹയുള്ളവരാണെന്നുള്ള പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമാക്കപ്പെട്ടതൊക്കെ അവർക്ക് പ്രത്യേകത തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മാനുഷിക ഭാവങ്ങളൊക്കെ ഇടക്കൊക്കെ വരാം. അതാണ് ഈ നബിയിൽ വന്നത്. ആ പ്രവാചകൻ എന്ത് ചെയ്യുന്നവരോ, ആ ഉറുമ്പിന്റെ കൂട് നോക്കിയിട്ട് കത്തിക്കാൻ വേണ്ടി പറഞ്ഞു. ആ ഉറുമ്പുകളൊക്കെ കത്തിച്ച് നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ഫൗഹല്ലാഹു ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അഹറഖ്ത ഉമ്മതൻ മിനൽ ഉമം തുസബ്ബിഹുല്ലാഹ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കണ ഒരു വിഭാഗത്തെയാണോ നീ കത്തിച്ച് കളയണത്? അത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താണ്? ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സുബ്ഹാനല്ലാഹ് എന്ന ആ ഒരു തസ്ബീഹ് ചൊല്ലുന്നത് നമ്മൾ മാത്രമല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്രപഞ്ചം മുഴുവൻ, ജീവനുള്ളതും ജീവനില്ലാത്തതും ചലിക്കുന്നതും ചലിക്കാത്തതുമായ സർവം അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ആ തസ്ബീഹ് അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ മറ്റുള്ള ദർശനങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമാക്കുന്ന ഒരു ശബ്ദമാണ്. എല്ലാ നഖസുകളിൽ നിന്നും എല്ലാ ന്യൂനതകളിൽ നിന്നും അത് പിന്നെ മനുഷ്യന്റെ വിശ്വാസത്തെയും നിലപാടിനെയും ശുദ്ധമാക്കുന്നുണ്ട്. നമ്മളെ നിസ്കാരത്തിന്റെ ശേഷം 33 വട്ടം മനസ്സറിഞ്ഞോ അറിയാതെയൊക്കെ ഈ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സുബ്ഹാനല്ലാഹ്ക്ക് നമ്മുടെ മനസ്സിൽ, മസ്തിഷ്കത്തിൽ, ശരീരത്തിൽ, ജീവിതത്തിൽ, സമൂഹത്തിൽ, പരിസരത്തിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന കുറെ അത്ഭുതങ്ങളുണ്ട്. അസ്തഗ്ഫിറുള്ളയുടെ അത്ഭുതം എന്നുള്ളൊരു ഖുതുബ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അസ്തഗ്ഫിറുള്ള എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അത്ഭുതങ്ങൾ, അതേപോലെ സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അത്ഭുതങ്ങൾ എന്താണ്? 10 കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. 1, മനസ്സംതൃപ്തിയും മനസ്സമാധാനവും പ്രദാനം ചെയ്യും എന്നാണ്. എന്താ തെളിവ്? സൂറത്തു ത്വാഹയിലെ 130-ാമത്തെ ആയത്ത്, ഫസ്ബിർ അലാ മാ യഖൂലൂൻ. റസൂലുള്ളാഹിനോട് പറയാണ്, നബിയെ, അങ്ങേക്കെതിരിൽ അവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ അങ്ങ് ക്ഷമ ഉൾക്കൊള്ളുക. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ആ ഒരു മേഖല പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ ഈ സത്യപ്രബോധനായിട്ട് ഇറങ്ങിയപ്പോ എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ പറഞ്ഞുണ്ടാക്കിയത് എന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്? അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞു. അങ്ങാടിയിൽ കാണുന്നവരൊക്കെ ഒരു ഭ്രാന്തനോട് പെരുമാറുന്നത് പോലെ പെരുമാറി. അതും ആ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹർത്താവായി അവർ കണ്ടിരുന്ന ഒരു മനുഷ്യനെയാണ് ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ ഈ കാണുന്നത്. ഭ്രാന്തനാണെന്ന് പ്രചരിപ്പിച്ചു. മാത്രല്ല, അദ്ദേഹത്തിന് പിശാചുബാധ ഏറ്റതാണെന്ന് പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അനുയായികൾക്കെതിരെ കുപ്രചാരണങ്ങൾ നടത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് വ്യാജപ്രചാരണം നടത്തി. അങ്ങനെ ഇപ്പോഴും ആ പ്രചാരണം നടക്കല്ലേ? ഇപ്പോഴും ആ പ്രചാരണം നടക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പ്രസംഗിച്ചാൽ ആ പ്രസംഗിച്ച വ്യക്തിക്കൊരു ഇസ്ലാമിന്റെ പേരുള്ളതുകൊണ്ട് ആ പേര് പിടിച്ചിട്ട് അടി മുഴുവൻ ഇസ്ലാമിന്, അല്ലെ? അടി മുഴുവൻ ഇസ്ലാമിന്. ഹൂർലീങ്ങളിലേക്ക് എത്തി, സ്വർഗത്തിലേക്ക് എത്തി, പ്രവാചകന്റെ യാത്രയിലേക്ക് എത്തി. അങ്ങനെ ഉണ്ട്, വറക്കൊന്നുമില്ല. ഇതിനൊന്നും മറുപടി പറയാൻ കഴിയാത്ത പ്രശ്നമല്ല. ഓരോന്നിനും അക്കമിട്ട മറുപടികൾ വളരെ സുന്ദരമായി പറയാൻ കഴിയും. അവിടെ നമ്മൾ വൈകാരികാകണീന് പകരം ആ വിഷയങ്ങളെ എടുക്കുന്നു, വിശദീകരിക്കുന്നു. സ്പോട്ട് ലൈറ്റ് എന്നുള്ള പേരിൽ എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8:30 മണിക്ക് ഒരു പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാത് ആഴ്ചകളിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങളുടെ
നിജസ്ഥിതി വ്യക്തമാക്കുന്ന ഒരു പ്രോഗ്രാമാണത്. കാണാൻ ശ്രദ്ധിക്കുക. ഇന്നും ഇൻഷാ അല്ലാഹ് പ്രോഗ്രാം ഉണ്ടാകും. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ആരോപണങ്ങൾ ഇങ്ങനെ കേൾക്കണ റസൂലുള്ളാഹിനെ അള്ളാഹു ആശ്വസിപ്പിക്കാണ്. ജിബ്രീൽ വന്നിട്ട് ആയത്ത് കൊടുക്കുക. ദുഃഖിച്ച് വിഷമിച്ച് തളർന്നിരിക്കുന്ന പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരു ബൂസ്റ്റർ ഡോസ്. എന്താ? ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവര് പറയുന്നതിൽ അങ്ങ് ക്ഷമിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക്, നീ നിന്റെ റബ്ബിന് തസ്ബീഹ് ചൊല്ല. ആ തസ്ബീഹിന്റെ വലിയ രൂപമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം നീ നിർവഹിക്കുക. എപ്പോ? ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹാ, സൂര്യോദയത്തിന്റെ മുൻപും സൂര്യാസ്തമയത്തിന്റെ മുൻപും. വമിൻ ആനാഇൽ ലൈലി, രാത്രിയിലേക്ക് എത്തുമ്പോ. ഫസബ്ബിഹ് അത്റാഫൻ നഹാർ, പകലിന്റെ രണ്ടറ്റങ്ങളിലും. ലഅല്ലക തർദാ, നിനക്ക് ഏറ്റവും സംതൃപ്തകരമായ ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോ തസ്ബീഹിന്റെ ഏറ്റവും മഹത്തായ ഒരു നേട്ടം എന്താണ്? മനസ്സമാധാനാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. മനസ്സമാധാനം. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ആത്മഹത്യകളും മരണങ്ങളും ഒക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. നമ്മളെ നാട്ടിൽ വരാൻ പോണ ഒരു കാര്യം എന്താ പറയുക? ശരിക്കും കേട്ടോളി. ഓരോ വീട്ടിലും ഓരോ മാനസിക രോഗി ഉണ്ടാകുന്നിടത്തേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു എനിക്ക്. മെഡിക്കൽ രംഗത്ത് ഇനി നിർവഹിക്കാനുള്ള ദൗത്യങ്ങൾ എന്താണെന്നുള്ളതായിരുന്നു ആ ചർച്ച. അപ്പോ കേരളത്തിലെ വളരെ പ്രഗത്ഭരായ കുറച്ച് ഡോക്ടേഴ്സുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിന്റെ ഒരു സിറ്റിംഗ് ആയിരുന്നു. നമ്മളെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്ത് പിന്നെ ആ സ്പേസിൽ വീണ്ടും വീണ്ടും നിൽക്കല്ല വേണ്ടത്. കുറച്ചുകൂടിയും ഒരു 10-20 വർഷം മുന്നിൽ കണ്ടിട്ട് എന്ത് നിർവഹിക്കണം എന്നുള്ളതായിരുന്നു ഡിസ്കഷൻ. 2.5 മണിക്കൂർ ചർച്ചയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഓരോ വീട്ടിലും ഓരോ മാനസിക രോഗി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. എന്താ കാരണം? ലഹരി വസ്തുക്കളാണ് അതിന്റെ മുഖ്യ കാരണം. ആ ലഹരി വസ്തുക്കൾ ഉണ്ടാകുന്നതോടുകൂടെ തന്നെ ഡിപ്രഷനിലേക്ക് പോകുന്ന മാതാപിതാക്കൾ ആ നിലക്ക് മാനസിക രോഗികളാകുന്നു. ലഹരി ഉപയോഗിക്കുന്നവർ നിത്യമാനസിക അസ്വസ്ഥതകളിലേക്കും ആക്രമണവാസനയിലേക്കും എത്തുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ആ ചർച്ചയിൽ എത്തിപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, നിങ്ങൾ നോക്ക്, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മെഡിസിനുകളിൽ ഒന്നെന്താണ്? ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മെഡിസിനുകളിൽ ഒന്ന് ഉറങ്ങാനുള്ള ഗുളികയാണ്. ഉറങ്ങാനുള്ള ഗുളികയാണ്. ഡിപ്രഷനുള്ള മരുന്നാണ്. സൈക്കാട്രി ഡോക്ടർമാര് എവിടെ ബോർഡ് വെച്ചിരുന്നാലും അവിടെ ആളെ കിട്ടാത്ത പ്രശ്നമല്ല. ഉണ്ടോ? ആളെ കിട്ടാത്ത പ്രശ്നമല്ല. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ മാനസികമായ ഒരു തൃപ്തി, സംതൃപ്തി ജീവിതത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലേറെ വലിയ കാര്യമൊന്നുമില്ല. ഒക്കെ ഉണ്ട്. വെറുതെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളൊരു 10 കോടി രൂപ ചെലവാക്കിയിട്ട് ഒരു വീടുണ്ടാക്കി ഒരാള്, അല്ലെ? 25 കോടി ചെലവാക്കിയ ഒരാളെ പറ്റി ഞാൻ പറയാം. 25 കോടി ചെലവാക്കിയിട്ട് ഒരാളൊരു കെട്ടിടം ഉണ്ടാക്കി. ആ കെട്ടിടം അയാൾ ഉണ്ടാക്കുന്ന കാലത്ത് പഞ്ചായത്തിന്റെ പെർമിഷൻ മതി. പിന്നെ മുനിസിപ്പാലിറ്റിന്റെ പെർമിഷനിലേക്ക് പോയി. മുനിസിപ്പാലിറ്റിന്റെ പെർമിഷന് അനുസരിച്ച് എന്തോ ഒരു ഭാഗം കൂടുതലാണ്. അപ്പൊ ആ കൂടുതലായ ഭാഗം മുറിച്ചൊഴിവാക്കണം. മുറിച്ചൊഴിവാക്കാൻ പറ്റുന്ന സ്ട്രക്ചറിലല്ല ബിൽഡിങ്. അപ്പൊ ബിൽഡിങ്ങിന്റെ മൊത്തം സേഫ്റ്റിനെ ബാധിക്കും. അപ്പൊ ബിൽഡിങ്ങിന് സേഫ്റ്റി പ്രശ്നം ഉണ്ട് പറഞ്ഞിട്ട് പെർമിഷൻ കിട്ടൂല. അയാൾ ഓഫീസ് മുഴുവൻ കയറി ഇറങ്ങാണ്. ഓഫീസ് മുഴുവൻ കയറി ഇറങ്ങാണ്. ഉദ്യോഗസ്ഥർക്ക് ഇത് സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റൂല. കാരണം ഉദ്യോഗസ്ഥർ ഇത് സൈൻ ചെയ്ത് കൊടുത്താൽ അവരുടെ ഒരു വിജിലൻസോ അന്വേഷണമോ വന്നു കഴിഞ്ഞാൽ അവർ കുടുങ്ങിപ്പോവും. അവർ ക്യാഷ് വാങ്ങി എന്നാണ് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 25 കോടി രൂപ ഒരു സ്പേസിൽ നിക്ഷേപിച്ചിട്ട് തന്റെ ആയുഷ്കാലത്ത് അത് തുറക്കാൻ കഴിയാത്തൊരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അയാളുടെ ഒരു സ്ഥിതി എന്തായിരിക്കും? അപ്പോ മാനസികമായ അസ്വസ്ഥത. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ തുടർച്ചയായ ഒരു 6-7 ദിവസം എൻ്റെ കുഞ്ഞിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ അങ്ങനെ ആളുകൾ നമ്മൾ ആയിട്ട് പലപ്പോഴും ഇങ്ങനെ കാണുകയും അറിയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ഒരാൾ എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അയാളുടെ പ്രശ്നം എന്താ അറിയും? അയക്കാകെ ആവശ്യം എനിക്ക് മനസ്സിന് കുറച്ച് സമാധാനം വേണം, ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയണം. ഗുളിക കുടിക്കാതെ മൗലവി ഉറങ്ങാനുള്ള ഒരു അവസ്ഥ വേണം, അത് മാത്രം മതി. അയാളെ വാപ്പാന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നതാണ്. ഗുളിക കുടിക്കാതെ ഉറങ്ങാൻ പറ്റിയ മതി. അയാൾ പറഞ്ഞെന്താ അറിയോ? അയാൾ പറഞ്ഞത് വാപ്പാന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോ ഭയങ്കര സമാധാനമാണ്. എന്താ കാര്യം? ഞാൻ രാത്രി ഉറങ്ങണില്ലല്ലോ, എനിക്ക് ഉറക്കേ വരൂല, ഞാൻ തൂങ്ങി ഉറങ്ങണ പേടിയില്ല. അപ്പൊ ജീവിതത്തിലാകെ ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയൊരു ദിവസം ഇത് മാത്രമാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, കുറച്ച് ദീർഘകാലം ആശുപത്രി കിടക്കാൻ പറ്റിയെങ്കിൽ പിന്നെ എനിക്ക് മനസമാധാനം കിട്ടുമല്ലോ. അവളൊന്ന് ചിന്തിച്ചു നോക്ക്, അയാൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ സുഹൃത്തുക്കളെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് മനസ്സിലാവുകയുള്ളൂ. വേറൊരു വഴി മുന്നിലില്ല എന്നുള്ള നിലയ്ക്ക്
ആളുകൾ ആത്മഹത്യയിലേക്ക് പോകണം നിങ്ങൾ കണ്ടിട്ടില്ലേ? വേറൊരു വഴി മുന്നിലില്ല. അപ്പോ ഒന്ന് മനസ്സമാധാനമാണ് തസ്ബീഹിന്റെ ഒരു ഒരു ഗുണമായി പഠിപ്പിക്കപ്പെട്ടത്. അത് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയണം. 2, സുബ്ഹാനല്ലാഹ് എന്നുള്ള ഒരു കൊച്ചു വാക്കാണെങ്കിലും ആ വാക്കിന് വലിയ പ്രതിഫലം ഉണ്ട് എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു ഹദീസിൽ കാണാം. ലാൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ വാക്കുകൾ പറയുമ്പോൾ, സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ, അൽഹംദുലില്ലാഹ് പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ, അല്ലാഹു അക്ബർ പറയുമ്പോൾ, അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത അലൈഹി ശംസു, സൂര്യൻ ഉദിച്ചുയരുന്ന ഒരു പ്രഭാതത്തിൽ, ഒരു ദിവസത്തിലെ ഏറ്റവും നല്ല വാക്കാണത്. ആ സുബഹിന്റെ ശേഷമെങ്കിലും ഒരു 33 വട്ടം ചൊല്ലാൻ, അല്ലെ? നിസ്കാരത്തിന്റെ ശേഷം കുറഞ്ഞ സമയം അതൊന്ന് ചൊല്ലുന്നൊരു ശീലത്തിലേക്ക് എത്താൻ നമ്മൾ എല്ലാവരും ബോധപൂർവം ശ്രമിക്കേണ്ടതാണ്. അപ്പൊ 2ാമത്തെ നേട്ടം എന്താണ്? സുബ്ഹാനല്ലാഹ് ഒരു ദിനത്തിലെ ഏറ്റവും പുണ്യം ലഭിക്കുന്ന ഏറ്റവും മഹത്തായ വാക്കാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ആയുസ്സിൽ ലക്ഷക്കണക്കിന് സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു പുണ്യം ആഗ്രഹിച്ചിരുന്നോ? ഇഹ്തിസാബില്ലെങ്കിൽ കൂലി കിട്ടൂല. പുണ്യം ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കൂലി കിട്ടൂല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറഞ്ഞു, ജനാസയുടെ പിന്നാലെ ഇങ്ങനെ നടന്നു പോയാൽ ആ നടന്നു പോണ ആൾക്ക് 2 ഖീറാത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ മിസ്ല ഉഹദ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചേ. ഉഹദിന്റെ അത്ര കൂലി. ഉഹദ് എന്ന് പറഞ്ഞാൽ 6 കിലോമീറ്റർ നീളം 2 കിലോമീറ്റർ വീതിയാണ് ഉഹദ്. അത്രയും കൂലി ഉണ്ട്. അപ്പൊ വലിയ കൂലി കിട്ടും എന്ന് പറയാൻ വേണ്ടി പഠിപ്പിച്ചാണ്. നമ്മളെ നാട്ടിലൊക്കെ എന്താ പറയാ, ജനാസ എടുക്കുന്നതിന് മുമ്പ് പറയും ഒന്നാണ് മുന്നിൽ കിടക്കും. കുറച്ച് ആൾക്കാർ അറിയും അല്ലെ? കുറച്ച് ആൾക്കാർ മുന്നിൽ കിടക്കിയാൽ ഇത്തിബാഉൽ ജനാസ എന്നാ പറഞ്ഞത്. ജനാസയെ പിന്തുടരൽ എന്നാണ്. ജനാസയാണ് ഏറ്റവും മുന്നിൽ ഉണ്ടാണ്ട്, പിന്നാലെയാണ് എന്ത് ചെയ്യേണ്ടത്? ആളുകൾ പോകേണ്ടത്. ജനാസനെ ഇങ്ങനെ നടുക്കലാക്കി കൊണ്ടുപോകണമെന്ന് എവിടെയില്ല. അതങ്ങനെ കുറച്ച് ആൾക്കാരുടെ മുന്നിക്ക് നടന്നാൽ അത് ഭയങ്കര സബൂൽ മുബിഖാത്താണെന്നൊന്നുമല്ല, മറിച്ച് പ്രവാചകൻ പറഞ്ഞ മാതിരി ഒക്കെ ചെയ്യലാണ് അതിന്റെ ഒരു ശരി. അപ്പൊ അങ്ങനെ പോണ ഒരു വ്യക്തിക്ക് 2 ഖീറാത്ത് ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മറ്റൊരു സ്വഹാബിയെ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ആയിഷാ ബീവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അത്ഭുതമായിട്ട് 2 ഖീറാത്തോ? ആയിഷാ ബീവിനോട് ഇങ്ങനെ ഒരു ഹദീസ് പ്രവാചകൻ പറഞ്ഞത് അവര് കേട്ടോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. ആയിഷാ ബീവി പറഞ്ഞു അതേ ഉണ്ട് എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞ എന്താ പറയുക, ഞമ്മക്കൊക്കെ എത്ര ഖീറാത്താ പോയതെന്ന്. എന്താ അതിന്റെ അർത്ഥം? ഒരുപാട് ജനാസിന്റെ പിന്നാലെ പോയിട്ടുണ്ട്, ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു പുണ്യം ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ പുണ്യം ആഗ്രഹിച്ചാലേ, അതിനാണ് ഇഹ്തിസാബ് എന്ന് പറയാം. ഇഹ്തിസാബ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ചൊല്ലിയ സുബ്ഹാനല്ലാഹ് ഈ പുണ്യം കിട്ടണോ? ഭൂമിയിൽ സൂര്യൻ ഉദിച്ച ഒരു ദിവസത്തിലെ ഏറ്റവും നല്ല വാക്ക് എന്ന നിയ്യത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. മറ്റൊന്ന് മാനസിക വിഷമങ്ങൾക്കുള്ള പരിഹാരമാണ് എന്നുള്ളതാണ്. സമാധാനവും സംതൃപ്തിയാണെന്ന് പറഞ്ഞ പോലെ തന്നെ എണ്ണി പറഞ്ഞ മറ്റൊന്നാണ് മാനസിക വിഷമങ്ങൾക്കുള്ള പരിഹാരം. വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക് ബിമാ യഖൂലൂൻ. നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കണം. വലഖദ് നഅലമു, നമുക്കറിയാം, അന്നക യളീഖു സദ്റുക് ബിമാ യഖൂലൂൻ, മക്കയിലെ മുശ്രിക്കീങ്ങൾ ഉണ്ടാക്കുന്ന ആരോപണങ്ങളും അവരുടെ വ്യാജപ്രചാരണങ്ങളും അവരുടെ കുത്തുവാക്കുകളും അനുയായികളെ ദ്രോഹിക്കുന്നതും നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെയായ ഈ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടന്നിട്ട് നിങ്ങൾ മാനസികമായി വല്ലാതെ വിഷമിക്കുന്നുണ്ട് നബിയെ എന്ന് നമുക്കറിയാം. അപ്പൊ തൗഹീദ് ഉൾക്കൊണ്ട് ഈ നന്മന്റെ കൂടെ നിന്നാൽ കുത്തുവാക്കും ആക്ഷേപമൊക്കെ വരുമ്പോ ഇരട്ടപ്പേരും വിമർശനവും ആട്ടിപ്പുറത്താക്കലും ബഹിഷ്കരണവും വഹാബിയായി എന്നുള്ള ആക്ഷേപം ഒക്കെ വരുമ്പോ ഈ ആയത്തണ്ട് ഓർക്കണം. റസൂലുള്ളാഹിക്കും വന്നിട്ടുണ്ട്, മക്കത്തെ മുശ്രിക്കിന് വന്നിട്ടില്ല. തിരിച്ചു പ്രവാചകൻ മക്കത്തെ മുശ്രിക്കിന് അങ്ങനത്തെ ഒരു സമ്മർദ്ദം കൊടുത്തിട്ടില്ല. ലോകത്ത് ഒരു നബിയും എതിരാളികൾക്ക് അങ്ങനത്തെ ഒരു സമ്മർദ്ദം കൊടുത്തിട്ടില്ല. അബ്തർ, നീ വാലറ്റവനാണെന്ന് പ്രവാചകനെ വിളിച്ചു, അല്ലെ? അബ്തർ, നീ വാലറ്റവനാണ് എന്ന്. പിന്നെ ആൺകുട്ടികളില്ലാതെ, പിന്നെ നിനക്ക് സന്തതി പരമ്പരകളില്ലാതെ നീ വാലറ്റ് പോയവനാണ് എന്ന് വിളിച്ചു. എന്തൊക്കെ വിളിച്ചു! അപ്പൊ ഇതിലൊക്കെ പ്രവാചകന് വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. മനുഷ്യനാണെങ്കിൽ വിഷമം ഉണ്ടാകും. അപ്പൊ പ്രവാചകനോട് അല്ലാഹ് പറയാ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകുൻ മിനസ് സാജിദീൻ. എന്താ ഈ മാനസിക വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി? നീ നിന്റെ റബ്ബിന് തസ്ബീഹ് ചൊല്ലുക, നീ സുജൂദ് ചെയ്യുക. നമുക്ക് മനസ്സിന് വല്ലാത്ത കനം തോന്നുമ്പോ, വിഷമം തോന്നുമ്പോ, താങ്ങാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ എന്താ ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലലാണ്. അല്ലാതെ എനിക്ക് ഓൻ ചെയ്തിട്ടുണ്ടാകോ, എനിക്ക് മറ്റോൻ ചെയ്തിട്ടുണ്ടാകോ, അവരാക്കിയതാകോ ഇവരാക്കിയതാകോ എന്ന് വിചാരിച്ചിട്ട് കണ്ട ആളുകളെടുത്ത് മുഴുവൻ പായലല്ല ഇതിന്റെ പരിഹാരം. മറിച്ച് അങ്ങനെ നമുക്കൊരു തോന്നലോ വിചാരമോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സിഹർ പിന്നെ സബൂൽ മുബിഖാത്തിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. 7 വൻപാപങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഇല്ലാത്ത പൂച്ചനെ കൂരിലിട്ടിട്ട് തപ്പാൻ പ്രവാചകൻ പറയൂല.
മാത്രല്ല ഇതിൽ നിന്നൊക്കെ സംരക്ഷണം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനകളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലാത്ത പ്രശ്നത്തിന് പ്രാർത്ഥനയും പഠിപ്പിക്കൂല. മനസ്സിലായില്ലേ? അപ്പൊ അത് ബാധിച്ചാൽ എന്താ ചെയ്യാ? അത് ബാധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരിഹാരം അതിന് എവിടെങ്കിലും ഊതിയിട്ട് കെട്ടലോ, എവിടെങ്കിലും കുഴിച്ചിടലോ, എന്തെങ്കിലും മുട്ടമ്മ എഴുതലോ, എന്തെങ്കിലും ഒട്ടിച്ചിട്ട് അത് തീർക്കലോ ഒന്നുമല്ല. സൂറത്തുൽ ബഖറയാണ് പരിഹാരം. മുഅവ്വിദതൈനി ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഇതാണ് പരിഹാരം. ആയത്തുൽ കുർസിയാണ് പരിഹാരം. അദ്കാറുസ് സബാഹാണ് പരിഹാരം. അദ്കാറുൽ മസാ ആണ് പരിഹാരം. ജീവിതത്തിൽ പിശാചിന്റെ സാന്നിധ്യങ്ങളെ നിലനിർത്തുന്ന വീട്ടിൽ നല്ല രൂപങ്ങളും പ്രതിമകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഇവിടെ ഷെൽഫിൽ. അതൊക്കെ എടുത്ത് ഒഴിവാക്കണം. ഫോട്ടോ ഭയങ്കരമായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാകും അല്ലേ? എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിന്റെ വീട്ടിൽ കയറുന്നില്ല. എന്താ കയറാത്തത്? അവിടെ ഇരിക്കുമ്പോ ജിബ്രീൽ വരുന്നില്ല. എന്താ കാര്യം? പ്രവാചകന് വേണ്ടി ഉണ്ടാക്കിയ തലയിണയിൽ മനോഹരമായ ഫോട്ടോകൾ ഉള്ള ഒരു തലയിണയായിരുന്നു അത്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ആയിഷ ഇതെടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞു. അവരെ നേരെ എടുത്തിട്ട് ചവിട്ടിയാക്കിയിട്ട് മാറ്റി. അപ്പൊ ഒരു വിഷയമുണ്ട്. ചിലത് നമ്മളെ തലക്ക് അങ്ങനെ തന്നെ ഉൾക്കൊള്ളൂല. എന്താ ഒരു ഫോട്ടോ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ പ്രശ്നമുണ്ടോ അല്ലേ? ഫോട്ടോനേക്കാളും പ്രശ്നം രൂപമാണ്. ഫോട്ടോ സംബന്ധിച്ചൊക്കെ വ്യത്യസ്തമായ ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അപ്പൊ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടല്ലേ? ആയിഷാ ബീവിക്ക് കളിപ്പാട്ടുണ്ടായിരുന്നു. കളിപ്പാട്ടുണ്ടാവാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ആ കളിപ്പാട്ട് എടുത്തിട്ട് ഷെൽഫിലേക്കല്ല എന്ത് ചെയ്യേണ്ടത്, വെക്കേണ്ടത്. ഇങ്ങനെയുള്ള ചില ശ്രദ്ധകൾ കാണിച്ച് അള്ളാഹുവോട് പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോയ ഒരു ശൈത്താനും നമ്മളെ തൊടാൻ പറ്റില്ല സുഹൃത്തുക്കളെ, ഒരു ശൈത്താനും. പിന്നെന്താ ചെയ്യണ്ടേ? സുബ്ഹാനല്ലാഹ് ചൊല്ലുക, സുജൂദിൽ വീഴുക, പടച്ചോനോട് പറയാം. പടപ്പുകളടുത്തേക്ക് പായുന്നത് ഇതിന്റെ പരിഹാരമേ അല്ല. ഒരു സംശയവും അതിലില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് നിർബന്ധപൂർവ്വം ഉറപ്പിച്ച് പറയാൻ പറ്റും. നാലാമത്തെ കാര്യം എന്താ അറിയോ? ധാരാളം പുണ്യങ്ങൾ ലഭിക്കും, പാപങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യുന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫി യൗമി മിഅത മറ, ഒരാള് 100 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ ഹുത്തത്ത് ഖതായാഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. വഇൻ കാന മിസ്ല സബദിൽ ബഹർ, കടലിലെ ആ തിരമാലകളിൽ തട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ആ ചെറിയ ഓളങ്ങൾ ഉണ്ടല്ലോ, ചെറിയ വെള്ളം ഇങ്ങനെ പൊതയായിട്ട് വരും. ആ വെള്ളം ഇങ്ങനെ ഒരു പൊതയായിട്ട് കെട്ടണേ, അതിന്റെ അത്ര കടലിലെ ആ വെള്ളം ഇങ്ങനെ തട്ടിമുട്ടിയിട്ടുണ്ടാകുന്ന ആ ബബിൾസിന്റെ അത്ര പാപങ്ങൾ അവനുണ്ടെങ്കിലും ഇത് നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും സ്ഥിരമാക്കുന്ന ഒരാള് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലുന്ന ഒരാൾക്ക് അവൻ ചെയ്ത കൊലപാതകവും അവൻ ചെയ്ത ഭ്രൂണഹത്യയും അവൻ ചെയ്ത മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. അടിമകളോട് ചെയ്തതാണെങ്കിൽ അവരോട് സബർ ചോദിക്കണം. അത് നിബന്ധനയാണ്. ആ നിബന്ധന പാലിച്ചാൽ മതി. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി ചെയ്യാതിരുന്നാൽ മതി, അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, 1000 പുണ്യം രേഖപ്പെടുത്തും ഒരു സുബ്ഹാനല്ലാഹ് എന്നാണ്. 1000 പുണ്യങ്ങൾ. എന്താ? പ്രവാചകൻ ചോദിച്ചു, കുന്നഇൻദ റസൂലില്ല, റസൂലുള്ളാഹിന്റെ അടുത്തായിരുന്നു ഞങ്ങൾ. അയഅ്ജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന, നിങ്ങൾക്ക് 1000 പുണ്യം ഒരു ദിവസം നേടാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകന്റെ സദസ്സിലിരുന്ന ആളുകൾ ചോദിച്ചു, കൈഫ യക്സിബു അഹദുന അൽഫ ഹസന, ഞങ്ങൾ എങ്ങനെയാണ് 1000 പുണ്യം നേടുക നബി എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറയാ, യുസബ്ബിഹു മിഅത തസ്ബീഹത്തിൻ, അവൻ 100 തസ്ബീഹ് ചൊല്ലട്ടെ. ശരിക്കും ഈ അദ്കാർ സുബാഹ് തന്നെ ഉണ്ട് 100 തസ്ബീഹ്. അദ്കാർ സുബാഹ് തന്നെ ഉണ്ട്. എല്ലാ ദിവസവും 33 തവണ ചൊല്ലി വരുമ്പോ തന്നെ നമുക്ക് ധാരാളം ഉണ്ട് അല്ലേ? യാത്രയിലൊക്കെ ആകുമ്പോ ഇഷ്ടം പോലെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ അങ്ങനെ ചൊല്ലി ശീലാകാം. ഇതൊക്കെ നടക്കാത്തത് എന്തുകൊണ്ടാ? നിസ്കാരം നടക്കുന്നത് അതിനൊരു സമയമുള്ളതുകൊണ്ടാ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതൊക്കെ ചെല്ലാനുള്ളൊരു വ്യക്തിപരമായൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് ഇതൊക്കെ ചെല്ലാൻ പറ്റും. 1000 പുണ്യമാണ് അവന് കിട്ടുക. ഔ യുഹത്തു അൻഹു അൽഫു ഖതിയ, അല്ലെങ്കിൽ അവന്റെ 1000 പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ആറാമത്തെ കാര്യം എന്താ അറിയോ? ഖിയാമത്ത് നാളിൽ ശ്രേഷ്ഠനായ വ്യക്തിയായിരിക്കും അവനെന്നാണ്. ഖിയാമത്ത് നാളിൽ അവൻ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയായിരിക്കും എന്ന് പഠിപ്പിച്ചു. ഏഴാമത്തെ കാര്യം, ജീവിത പ്രതിസന്ധികളിൽ നിന്ന് റബ്ബ് രക്ഷപ്പെടുത്തും. മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എടുത്തിട്ട് അദ്ദേഹം ആ നാട് വിട്ടു പോവുകയാണ്. എന്തിനാ പോണത്? അതാ ഞാൻ പറഞ്ഞത്, പ്രവാചകന്മാർക്കേ പോകേണ്ടി വന്നിട്ടുള്ളൂ, പ്രവാചകന്റെ എതിരാളികൾക്ക് പോകേണ്ടി വന്നിട്ടില്ല. പ്രവാചകന്മാർക്കേ കല്ലേറ് കൊണ്ടിട്ടുള്ളൂ, പ്രവാചകന്റെ എതിരാളികൾക്ക് കല്ലേറ് കൊണ്ടിട്ടില്ല. പ്രവാചകന്മാർക്കേ ഇരട്ടപ്പേര് വീണിട്ടുള്ളൂ, പ്രവാചകന്റെ എതിരാളികൾക്ക് ഇരട്ടപ്പേര് വീണിട്ടില്ല. പ്രവാചകന്മാർക്കേ ബഹിഷ്കരണം ഉണ്ടായിട്ടുള്ളൂ, പ്രവാചകന്മാരുടെ എതിരാളികൾക്ക് ബഹിഷ്കരണം ഉണ്ടായിട്ടില്ല. പ്രവാചകന്മാരുടെ വീടേ അവർക്ക് വിട്ടുപോകേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മൾ സത്യത്തിലാണെന്ന് വീണ്ടും ബോധ്യപ്പെടും. എന്താ? യൂനുസ് നബി അലൈഹി സ്വലാം ഒരു നാട്ടിൽ വന്ന് തൗഹീദ് പറഞ്ഞു. ആ നാട്ടിൽ വന്ന് അദ്ദേഹം ജനങ്ങളോട് തൗഹീദ് സംസാരിച്ചപ്പോ ജനങ്ങൾ ഇത് സ്വീകരിക്കാതെ അദ്ദേഹത്തെ ദ്രോഹിച്ചു. അപ്പൊ അദ്ദേഹം സങ്കടത്തോടെ കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഒരു കപ്പൽ വരുന്നേ, അദ്ദേഹം ആ കപ്പൽ കയറി. കപ്പൽ മുങ്ങാനായി.
അപ്പൊ ഒരാൾ കൂടുതലുണ്ട്, എടുത്ത് ചാടണം എന്ന് പറഞ്ഞു. നറുക്കിട്ടപ്പോ യൂനുസിന്റെ പേര് കിട്ടി. അപ്പൊ കപ്പിത്താനും ബാക്കിയുള്ളവർക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വീണ്ടും നറുക്കിട്ടു. പലതവണ നറുക്കിട്ടപ്പോൾ യൂനുസ് നബി തന്നെ അദ്ദേഹം ചാടാന്ന് പറഞ്ഞു ചാടി. അദ്ദേഹത്തെ തിമിംഗലം വിഴുങ്ങി. ഇത് ഖുറാനിലുള്ള മഹാസംഭവമാണ്, ഖുറാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സംരക്ഷിച്ചു. ആ തിമിംഗലത്തിന്റെ ഉള്ളിൽപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞ എന്താ? സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ പരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽപ്പെട്ടവനാണ്. അല്ലാഹു അദ്ദേഹത്തെ രക്ഷിച്ചു. അപ്പൊ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് പച്ചപ്പതപ്പ് മൂടലല്ല, ജാറം മൂടലല്ല പരിഹാരം. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം പഠിപ്പിച്ച എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് ചൊല്ലണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. സദസ്സ് പിരിയുമ്പോ പ്രത്യേകമായ ദിക്ർ ഇസ്ലാം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. സദസ്സ് പിരിയുമ്പോ ചൊല്ലാനുള്ള ദുആയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ സദസ്സിൽ അവരെടുത്തുനിന്ന് വന്ന എല്ലാ പിഴവുകളും അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ്. 9ാമത്തെ കാര്യം, റബ്ബിന്റെ റഹ്മത്തും മലക്കുകളുടെ പ്രാർത്ഥനയും ഇവർക്ക് കിട്ടുന്നുള്ളതാണ്. 10ാമത്തെ കാര്യം, സ്വർഗവാസികളുടെ കൂടെ വലിയ ആനന്ദത്തോടെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നാളെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും? മനസമാധാനം തന്ന് ജീവിതമൊരുക്കി സ്വർഗത്തിൽ സുബ്ഹാനല്ലാഹ് ചൊല്ലി കയറുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന മഹത്തായ ഒരു പ്രാർത്ഥനയാണ്, മഹത്തായ ഒരു ദിക്റാണ്. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാവുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട 2 പ്രധാന കാര്യങ്ങളാണ് 2ാം ഖുത്ബയിൽ പറയുന്നത്. അതിലൊന്ന്, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രൊഫ്കോൺ എന്നുള്ള പേരിൽ കഴിഞ്ഞ 10-26 വർഷമായി നടന്നു വരുന്നൊരു പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് ഈ തൊട്ടടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികളെയാണ് അതിൽ പങ്കെടുപ്പിക്കുക. അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ പ്രക്രിയകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരം കോഴ്സിന് പഠിക്കുന്ന കുട്ടികളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം അവരുടെ ശ്രദ്ധയിൽ പ്രത്യേകം പെടുത്തണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. വിശദാംശങ്ങൾ നമുക്ക് അടുത്തൊരു ഖുത്ബയിൽ പ്രത്യേകം ഇതിൻ്റെ ചില ഗൗരവമുള്ള മേഖലകളുണ്ട്, അത് പറയാം. 2ാമത്തെ കാര്യം, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് LP UP ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ പള്ളിയിൽ വെച്ച് അടുത്ത ശനിയാഴ്ച ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. കൗതുകക്കൂട്ടം എന്നുള്ള പേരിലുള്ള ഒരു പ്രോഗ്രാമാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം നടന്നു വരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ നമ്മളെ മക്കളെ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഓഗസ്റ്റ് 20-ന് പ്രീ മാരിറ്റൽ വർക്ക്ഷോപ്പ്, വിവാഹപ്രായം എത്തിയ 23 പിന്നിട്ട 22 പിന്നിട്ട പുരുഷന്മാർക്കും 18 കഴിഞ്ഞ സ്ത്രീകൾക്കുമാണ് ക്യാമ്പ് നടക്കുന്നത്. കോഴിക്കോട് സ്പാൻ ഹോട്ടലിലാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ 3ഉം. ഇന്നത്തെ നമ്മുടെ സാമൂഹിക പരിസരത്ത് നമുക്കറിയാം, കല്യാണം വേണ്ട എന്ന് പറയുന്ന കുട്ടികൾ മുതൽക്ക് ഒരേ വർഗത്തിൽപ്പെട്ടവരുമായുള്ള കല്യാണം മതി എന്ന് പറയുന്നവർ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും ഇങ്ങനത്തെ ക്യാമ്പുകൾ കൊടുക്കണം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ക്യാമ്പ് ചെയ്യുന്നത്. വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കളുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാകുക. ഒന്ന് യാത്ര ചെയ്യേണ്ടി വരും, പോകേണ്ടി വരും. ജീവിതത്തിൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടായതിന്റെ ശേഷം പിന്നെ പായലന്നേക്കാരം പണി. അതിന് നിൽക്കാതെ കുറച്ചൊരു റിസ്ക് എടുത്ത് ജോലിയിലൊക്കെ ഒരു ക്രമീകരണം വരുത്തി മക്കളെ ഇങ്ങനത്തെ ക്യാമ്പുകളിലും ക്ലാസ്സുകളിലൊക്കെ ഒന്ന് പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കുക. അവർ പോകുന്ന ക്യാമ്പസുകൾ നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതല്ല, അതിൻ്റെ അപ്പുറത്തുള്ളതാണെന്നുള്ള ഓർമ്മ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് നന്നായിരിക്കും. ഒരു ധാരണയില്ലാതെ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിലാണ് കെട്ടിച്ചു കൊടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട്. നാളെ ശരിക്കും വരേണ്ട എന്താ അറിയോ? ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിനോട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിനോട് ചോദിക്കണം, നിങ്ങൾ ഇങ്ങനത്തെ വല്ല ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിലേ ഞങ്ങൾ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയുന്നിടത്തേക്ക് എത്തണം. അതന്നെയാണ് നമ്മളെ പ്ലാന്. അള്ളാഹു അത് സാക്ഷാത്കരിച്ച് തരുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തെമ്പാടും ദുരിതം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് അള്ളാഹു ആശ്വാസത്തെ കൊടുക്കുമാറാകട്ടെ. മണിപ്പൂരിലെത്തി അണയാനും ഹരിയാനയിലെത്തി നിലക്കാനുമൊക്കെയുള്ള അവസ്ഥ അള്ളാഹു സൃഷ്ടിച്ചു തരുമാറാകട്ടെ. വർഗീയ ഫാഷിസത്തിന്റെ അജണ്ടകളെ അള്ളാഹു തകർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله